മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ സമയം നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? ജീവിതത്തിൽ നിങ്ങൾ എന്തിലേക്കാണ് ഈ സമയം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമയം നിങ്ങൾ ജീവിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിങ്ങൾക്കിവിടെ 2 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2. സോ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. എന്താണ് ഈ സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? എന്താണ് ഈ സമയം നിങ്ങളുടെ ഒരു ജീവിത ലക്ഷ്യം എന്തായിരിക്കണം? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്? ഗ്രൂപ്പ് നമ്പർ 1 എന്തായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം? എന്തിലേക്കാണ് ഈ സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? വിസ്ഡം, അറിവിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഈ സമയം ഫോക്കസ് ചെയ്യേണ്ടത്. അറിവെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കുന്ന ലെസൺസ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പുതിയൊരു വഴിത്തിരിവിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പോവേണ്ടത്. സ്പെഷ്യലി നിങ്ങൾ സെയിം പാറ്റേണിലൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. കാരണം ഈ സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡിറ്റാച്ച്മെന്റ് ആണ്. ഓൾറൈറ്റ്, ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അത് ആരൊക്കെ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം, എവിടേക്ക് നിങ്ങൾ കണക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ആളുകളിൽ മാത്രമോ സ്ഥലങ്ങളിൽ മാത്രമോ അല്ല. നിങ്ങളുടെ ഇമോഷൻസിന്, ചില ഇമോഷൻസിനോട് നിങ്ങൾ ആ ഒരു ഡിറ്റാച്ച്മെന്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും നിങ്ങളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ വരേണ്ടതും ആ ഒരു കാര്യത്തിലാണ്. ഓൾറൈറ്റ്, ഒരുപാട് ഇമോഷണൽ ആവുന്ന ആളുകളാണ്, ഒരുപാട് സങ്കടപ്പെടുന്നതോ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളോ, ഒരുപാട് ദേഷ്യം വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓൾറൈറ്റ്, കാരണം നിങ്ങളുടെ ഫീലിങ്സ് ഒരുപാട് നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾ സെയിം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാവുന്നതും, നിങ്ങൾക്ക് അതുപോലത്തെ ഒരേ ഇമോഷൻസ് അധികം ഉണ്ടാവുന്നതും നിങ്ങൾ അതൊന്ന് പഠിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എവിടേക്ക് നിങ്ങൾക്ക് ആ ഒരു ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരണം, നിങ്ങളുടെ ഇമോഷൻസിൽ, ആളുകളിൽ, സിറ്റുവേഷനിൽ, സ്ഥലങ്ങളിൽ, ഇവിടെയൊക്കെയാണ് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവേണ്ടത്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയൊരു വഴിത്തിരിവ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്പെഷ്യലി നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ കൂടെ പോകുന്ന ആളുകളായിരിക്കാം. സോ ചില കാര്യങ്ങളോട് നിങ്ങളുടെ സോൾ കണക്ട് ചെയ്തിട്ടുള്ള, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില യാത്രയോട്, ചില അനുഭവങ്ങളോട് നിങ്ങൾ യാത്ര പറഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ചില ആളുകൾ അവിടെ ഉണ്ടായിരിക്കാം. വളരെ ഇമോഷൻസ് ഷെയർ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസും സാഹചര്യങ്ങളും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അവിടെ നിന്നൊക്കെ വിട പറഞ്ഞു വരിക എന്ന് പറയുന്നതായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയൊരു ലെസൺ എന്ന് പറയുന്നത്, അല്ലെ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. റൈറ്റ്, സോ നിങ്ങളത് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചില ആളുകളുടെ അടുത്തുനിന്ന്, ചില സിറ്റുവേഷന് നിങ്ങൾക്ക് വളരെ ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ലൈഫ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പുതിയ കാര്യത്തിലേക്കായിരിക്കണം. കാരണം ജീവിതം നിങ്ങളെ പുതിയൊരു ചാപ്റ്ററിലേക്ക് കൊണ്ടുപോവാണ്, പുതിയൊരു അറിവിലേക്ക് കൊണ്ടുപോവാണ്. നിങ്ങളുടെ സോൾ ഒരുപാട് മനസ്സിലാക്കാനുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങളെ വീണ്ടും കൊണ്ടുപോവാണ്. ഓക്കെ, വീണ്ടും ഒരു ന്യൂ ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത് പോലെ പുതിയൊരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് നിങ്ങളുടെ ലൈഫ് ഈ ഒരു സമയം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളും അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ഇത്രകാലം പോയിട്ടുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് ഇനിയൊരു പുതിയൊരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടും ഹെൽപ്ഫുൾ ആയിട്ടും തോന്നുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ പഴയ ബേർഡൻസ് ഉണ്ടാവും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്തും. ഒരേ സ്വഭാവം തന്നെയായിരിക്കും നിങ്ങൾ അവിടെയും കാണിക്കുന്നുണ്ടായിരിക്കുക. നല്ല കാര്യങ്ങൾ വരുന്ന സമയത്തും ഒരേ ഇമോഷൻസ് ആയിരിക്കാം നിങ്ങൾ വീണ്ടും അവിടെ പോയി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ചില ഇമോഷൻസിനോടൊക്കെ മാറ്റം വരുത്തണം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിത ലക്ഷ്യവും അതായിരിക്കണം. എസ്പെഷ്യലി ഒരുപാട് ദേഷ്യം, വെറുപ്പ്, സങ്കടം,
സെന്റിമെന്റ്സ് ഒക്കെ ഒരുപാട് ഹോൾഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് അതൊരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ അതൊക്കെ നിങ്ങൾ മാറ്റേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാത്ത്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകളെ വിട്ടുപിരിയേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ മേ ബി ചില ആളുകൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കാം, ഓർ നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾ ജീവിച്ചിട്ടുള്ള ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നതായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മനോഹരമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്ര കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഓത്തന്റിക് രീതിയിലായിരിക്കില്ല ജീവിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെ? സോ നിങ്ങളുടെ ഒരു റിയൽ സ്വഭാവത്തിലോ നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു പ്രത്യേകതയിലോ ആയിക്കൊള്ളണം എന്നില്ല നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവുക, അല്ലെ? സോ നിങ്ങൾ ഇത്ര കാലം എന്തായിരുന്നോ, ഇറ്റ്സ് ലൈക്ക് വാൽമീകിനെ പറ്റിയിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, അല്ലെ? രാമായണം എഴുതിയ വാൽമീകി രാമായണം എഴുതുന്നതിന് മുൻപ് അദ്ദേഹം ഒരു കള്ളനായിരുന്നു, രാമായണം എഴുതുന്നത് വരെ. സോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പഴയ ഐഡന്റിറ്റി ഇന്ന് നിങ്ങൾ പോവാണ്. അതാണ് നിങ്ങൾ വീട് ചേഞ്ച് ചെയ്യുന്നത്, നിങ്ങളുടെ ഹൗസ് ചേഞ്ച് ചെയ്യും, നിങ്ങളുടെ ഹോം നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാണ് എന്നേക്കുമായി. അതായത് നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ഹാബിറ്റ്സിൽ, അഡിക്ഷനിൽ നിങ്ങൾ പഠിക്കുന്ന മാറ്റങ്ങൾ. ഓക്കെ, സോ അങ്ങനത്തെ ചില കാര്യത്തിൽ നിന്ന് അങ്ങനെ നിങ്ങൾ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ചില കാര്യത്തിൽ നിന്ന് നിങ്ങളൊരു പുതിയ ഐഡന്റിറ്റിയിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഈ ഒരു സമയത്തും അതാണ്. എത്ര വേഗം നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കോ, എവിടെ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആവണം, ഏതൊക്കെ ലൈഫ് ഹാബിറ്റ്സിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവണം, ഏതൊക്കെ തോട്ട്സിൽ നിന്ന്, ഏതൊക്കെ ആളുകളിൽ നിന്ന്, ഏതൊക്കെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവണോ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണോ, എന്തൊക്കെ കാര്യങ്ങൾ ലൈഫ് പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെയാണ് നിങ്ങളൊന്ന് റിവിഷൻ ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാറ്റത്തിലൂടെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നത്. ഗ്രൂപ്പ് നമ്പർ 1, ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. ഗ്രൂപ്പ് നമ്പർ 2, ഈ സമയം നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്? ഗ്രൂപ്പ് നമ്പർ 2, മെറ്റീരിയൽ ഹാർവെസ്റ്റ്. ഈ സമയം നിങ്ങൾ കൂടുതൽ ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ കൂടെയാണ്. നിങ്ങളുടെ ഫോക്കസും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. മേ ബി ചില ആളുകൾക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് മെയിൻലി നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത് മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ചില കാര്യത്തിലായിരിക്കാം, അല്ലെ? മെറ്റീരിയൽ ലൈഫിലായിരിക്കാം, ലൈക്ക് നിങ്ങളുടെ ജോബ്, സോഷ്യൽ ലൈഫ്, ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ്, ഓർ ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെ ലൈഫിനോടൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ആ ഒരു കാര്യത്തിലാണ്. ചില കാര്യങ്ങൾ ലൈഫിൽ ഏൺ ചെയ്യുന്നതിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. മണി, ഓക്കെ, മണി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മണിയുടെ ക്യാഷിന്റെ ഡിഫറെന്റ് രീതിയിലാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം, അസെറ്റ്സ് ഉണ്ടാവുന്നതായിരിക്കാം, പ്രോപ്പർട്ടി, വീട്, വാഹനം, ഓർണമെന്റ്സ്, ഓർ എന്തൊക്കെ കാര്യങ്ങൾ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ, ഓർ ക്യാഷ് കൊടുത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ലൈഫ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലൈഫ് നിങ്ങൾ അങ്ങനെയാണ് ആസ്വദിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ചില ആളുകൾക്ക് നിങ്ങളുടെ പല ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഉള്ള അച്ചീവ്മെന്റ്സ് ലൈഫിൽ ഉടൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. സോ ഇറ്റ്സ് ലൈക്ക് ഒരു മെറ്റീരിയൽ ഹാർവെസ്റ്റ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വിളവെടുക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടായിരിക്കണം, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓൾറൈറ്റ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം, ഇഷ്ടമുള്ള പ്ലേസിൽ പോകുന്നതായിരിക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കുന്നതിലേക്കാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. ദർ ഈസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഓക്കെ, ക്യാഷ് ഉണ്ടാക്കുക, ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക, യാതൊരു തെറ്റുമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതും ആ ഒരു ഇമോഷൻസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സിറ്റുവേഷനിലേക്ക് വരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്തിട്ടുള്ള ചില ജീവിതത്തിലേക്ക് നിങ്ങൾക്കും കണക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളും എന്ന് നിങ്ങൾ ഒരുപാട് നിങ്ങളെ ലിമിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ലൈഫിലേക്കാണ്.
ഓക്കെ, സോ അവിടെ മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നതും അതാണ്. ഓക്കെ, നിങ്ങൾ വഴിയായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളും പല ലൈഫ് സിറ്റുവേഷൻ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈവൻ നിങ്ങളുടെ പാരന്റ്സ് അത്ര വർഷം ജീവിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വഴിയായിരിക്കാം അവർ അത്ര കാലത്തെ അവരുടെ ജീവിതത്തിൽ അവർ കാണാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ഫൈനാൻഷ്യൽ സോഴ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫൈനാൻഷ്യൽ സോഴ്സ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻസൈറ്റ് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, വളരെ റിച്ച് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതും. ആ ഒരു കാര്യമാണ്, റിച്ച് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓൾറൈറ്റ്, കാരണം ഈ സമയം നിങ്ങളുടെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ജീവിതം നിങ്ങളെ കൊണ്ടുപോകുന്നത്, പഠിപ്പിക്കുന്നത് ക്യാഷിന്റെ വാല്യൂ ആണ്, ക്യാഷിന്റെ വില, ജോബ്, ഇൻഡിപെൻഡൻസി, ഫൈനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നതിലും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ലൈക്ക് ചെറിയ കാര്യത്തിൽ പോയി നിങ്ങൾ സെറ്റിൽ ചെയ്യുക, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അങ്ങനെയല്ല. വളരെ റിച്ച് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ക്യാഷ് കൊണ്ടുവരുത്തുന്ന ചില മാറ്റങ്ങളുണ്ട്. സോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ആ ഒരു കാര്യത്തിലേക്കാണ്. എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, എങ്ങനെ ജോബിന് പോവാം, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെയും അതുപോലെ ഉയർത്തി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിലേക്കൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വലിയൊരു ബ്ലെസ്സിങ്, നിങ്ങൾക്ക് ലൈഫ് ഓഫർ ചെയ്യുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പല പല ശ്രമത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ പല പല ആഗ്രഹങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പല പല ശ്രമങ്ങളിൽ നിന്നോ നിങ്ങൾ നേടിയെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വെരി സൂൺ ലൈഫ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ചില ആളുകൾ നിങ്ങൾ വാഹനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ വളരെ ഒരു ഡ്രീം ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വാഹനങ്ങൾ നിങ്ങൾ നേടുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. അവർ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും അതിലേക്കാണ്. ഓക്കെ, സോ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വേൾഡ് കാണിച്ചു കൊടുക്കുക. ജീവിതം എങ്ങനെയുണ്ട്, ഇങ്ങനെയും ജീവിക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട ആളുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പല നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ, ഈവൻ നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും നിങ്ങൾക്ക് ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്ലോ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്തും എങ്ങനെ ഒരു വ്യക്തി ഡൗൺ ടു എർത്ത് ആയിട്ട് ഇരിക്കണം, എങ്ങനെ അത് അഹങ്കാരം ഇല്ലാണ്ട് കൊണ്ടു നടക്കണം. നിങ്ങളുടെ കഴിവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നേടിയെടുക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എങ്ങനെ ഒരു വ്യക്തി ഇതുപോലുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഒരു അഹങ്കാരം ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതും നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും അങ്ങനത്തെ കാര്യത്തിലേക്കാണ്. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എനിക്കായിട്ട് ആരും ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല, എനിക്ക് എൻ്റെ പേരൻസ് ഒന്നും ഉണ്ടാക്കി തന്നില്ല, ഫാമിലിയിലൊന്നുമില്ല. ഇല്ല, നിങ്ങളാണ് ഉണ്ടാക്കേണ്ട ആളുകൾ, നിങ്ങളാണ് ഇതുപോലെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആളുകൾ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യത്തെ പറ്റി നിങ്ങൾ ഒരുപാട് കംപ്ലൈന്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു പക്വതയോട് കൂടിയിട്ടും നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കണം. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.